ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ. ഇന്ന് നമുക്ക് ഉലുവ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുത്തിരിയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3/4 ഗ്ലാസ് ഉലുവയും കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ബദാമും, കപ്പലണ്ടി, പിന്നെ അരമുറി തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് എള്ള്, പിന്നെ ഏലക്കായും ജീരകവും, പിന്നെ ഒരുണ്ട ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ അരിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ. ഉലുവ കൂടുതലെടുത്താൽ കയ്പ്പ് രുചി കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ പിള്ളേർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഉലുവ നമുക്ക് ഷുഗറൊക്കെ കുറയ്ക്കുകയും ചെയ്യും. എള്ളാണെങ്കിൽ ബ്ലഡ് ഉണ്ടാവാനായിട്ടും ഉപകരിക്കും കേട്ടോ. നമുക്ക് അരി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം വരാൻ വെച്ചില്ല, അതുകൊണ്ട് കൂടുതൽ നേരം വറുക്കേണ്ടി വന്നു. അതിന് ശേഷം ഉലുവ വറുത്തെടുക്കാം കേട്ടോ. അത് പെട്ടെന്നൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതായിക്കോളും. ഞാനത് കൂടുതൽ നേരം വറുത്തായിരുന്നു, അത് അടുക്കി പിടിക്കുകയും ചെയ്തു. അതിനുശേഷം കപ്പലണ്ടിയും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കരിഞ്ഞു പോകാതെ നോക്കണം. കപ്പലണ്ടി ഒരു പ്രോട്ടീൻ റിച്ചും കൂടിയാണ്. അപ്പോൾ ഞാനിതെല്ലാം ഓരോന്നായിട്ട് വറുത്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കണം. ഈ ഗ്ലാസ്സിലാണ് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തത് കേട്ടോ. അപ്പം ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ആദ്യം അരിയും, പിന്നെ ഉലുവ, പിന്നെ കപ്പലണ്ടിയും, കുറച്ച് ബദാമും കശുവണ്ടിപ്പരിപ്പും എല്ലാം ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ തേങ്ങ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് വറുത്തിട്ടില്ല കേട്ടോ, ഒന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ. എന്നിട്ട് അതും മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അരി വറുത്ത പൊടി ഒരു വലിയ പാത്രത്തിലേക്കാണ് മാറ്റി വെച്ചത്. അതിലേക്ക് ഓരോ പൊടികളും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഉലുവപ്പൊടിയാണ് ഞാൻ ചേർക്കണേ. അതിന് ശേഷം കപ്പലണ്ടി വറുത്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബദാമും കശുവണ്ടിപ്പരിപ്പും കൂടി അത് നന്നായി ചേർത്തിട്ടുണ്ട്. പിന്നെ എള്ളം ഒന്ന് ക്രഷ് ചെയ്തത് അതും ചൂടാക്കിയിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തത്. അതിന് ശേഷമാണ് ആ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് ഏലക്കായും ജീരകവും കൂടി ചേർക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ശർക്കര നീര് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീര് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് കുഴച്ച് ഉരുളകളാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ അത് പൊടികൾ ഒന്ന് കുതിരാനായിട്ട് ശർക്കര നീര് കൂടുതലായിട്ട് ആവശ്യമുണ്ടായിട്ടാണ്. അതിന് ഉണങ്ങി വരും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചാൽ നമ്മൾ വെള്ളം അത് കൂടുതലായി പോവും. അപ്പോൾ കുഴച്ചതിന് ശേഷം കുറേശ്ശെ ശർക്കര നീരൊഴിച്ചിട്ട് അത് ഉരുളകളാക്കാം കേട്ടോ. അതിൻ്റെ പാകത്തിന് ഞാൻ ആ ഒരുണ്ട ശർക്കര ഉരുക്കിയതിൽ ഒരു പകുതി ആവശ്യം വന്നുള്ളൂ കേട്ടോ അതിലേക്ക്. ഇപ്പം അതിൻ്റെ ഉരുളയാക്കാനുള്ള പാകമായിട്ടുണ്ട് കേട്ടോ. ഈ പാകത്തിൽ നമുക്ക് ഉണ്ട പിടിക്കാം കേട്ടോ. കണ്ടോ, ഇത് നല്ല സോഫ്റ്റാണ്, അധികം കയ്പ്പ് രുചിയൊന്നുമില്ല കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്ബൊന്ന് ചെയ്യണേ.